സിസ്റ്റമത്ത് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണമെന്നാണ് 284 പേരുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലിയിൽ ചർച്ച ചെയ്ത അവസാനം ഭരണഘടനാ അസംബ്ലി പാസാക്കി ഭരണഘടനയിപ്പായി. രാഷ്ട്രീയ രംഗത്ത് പല നാമങ്ങൾ കടന്നു വരികയും ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത സൗഹൃദത്തിൻ്റെ ഉടമയാണ് ശ്രീ ഉഴവൂർജി എന്നാദ്യമായി സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഇരമ്പുന്ന സ്മരണകൾ സാക്ഷി നിർത്തി മാത്രമേ NCP എന്ന ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും. അന്ന് മുതൽ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകരായി ഉണ്ടായിരുന്നവരൊക്കെ നല്ല ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോയി. ഇന്ന് NCP കുറെ കൂടി നമ്മുടെ ജില്ലയിൽ വളർന്നിരിക്കുന്നു. അന്ന് NCP രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള ബാലാരിഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ക്രമേണ ഉഴവൂരിയുടെ കാലഘട്ടത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് വന്ന് ഇന്ന് കുറേ കൂടി ശക്തമായ വേരോട്ടം ഒട്ടേറെ പ്രവർത്തകരെ പുതിയതായി ഉൾക്കൊണ്ടുപോകും നേതൃത്വ നിലയിലും വലിയ മാറ്റങ്ങൾ വന്ന് ഇന്ന് ജില്ലയിൽ ഒരുപക്ഷെ നല്ല നിലയിൽ സംഘടനാ പ്രവർത്തനം സജീവമായി മുന്നോട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായി NCP മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയും. ഞാനതിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തന രൂപത്തിൽ പറയട്ടെ, ഓരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും തിരിച്ചറിയുക. അതുകൊണ്ട് സമയോചിതമായി സമഭോജിതമായി എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്തൊരു പാർട്ടിയായി നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിലും വിശിഷ്യ NCPക്കും ആ മാറ്റങ്ങൾ വലിയ രൂപത്തിൽ പ്രകടമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ക്യാമ്പും അതോടൊപ്പം ഓരോ പരിപാടികളും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തുടർന്നും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയം ഇന്ന് ഒരുപക്ഷെ മുമ്പ് കാലഘട്ടത്തിൽ നാം എല്ലാം പോരാടി നേടിയെടുത്ത സമ്പന്നവും അതോടൊപ്പം തന്നെ വലിയ പുരോഗതിക്ക് നിദാനമായി എല്ലാം മാറിക്കൊണ്ടിരുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വീണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും സങ്കുചിതമായ വർഗീയ ഭ്രാന്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകാൻ കൊണ്ടുപിടിച്ച പരിശ്രമം നടക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ഓരോ പ്രവർത്തകരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പാകെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളായി നവഫാസിസ്റ്റ് ശക്തികളായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന BJP യഥാർത്ഥത്തിൽ ഇത് രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഏറ്റവും അപകടകരമായ രൂപത്തിലേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ അവരാഗ്രഹിച്ച രൂപത്തിൽ അവർ പ്രചരിപ്പിച്ച രൂപത്തിലുള്ള ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഈ യോഗം ഇവിടെ ചേരാൻ കഴിയുമായിരുന്നില്ല എന്ന രൂപത്തിലേക്ക് എത്തുമായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ പരിമിതമായ രൂപത്തിലുള്ള ഈ സംഘടനാ സ്വാതന്ത്ര്യമെങ്കിലും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് തിരിച്ചറിയേണ്ടത് ഒന്ന്, ഡോക്ടർ KV ഹെഡ്ഗേവാർ RSSന് രൂപം കൊടുത്ത് 100 വർഷം കഴിയുന്ന വർഷമാണ് ഈ വർഷം. 100 വർഷം എത്തുമ്പോഴേക്ക് ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു RSS ഉണ്ടായിരുന്നത്. ആ RSS അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് കരുനീക്കി വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയ്ക്ക് കുറച്ചുകൂടി പ്രാമുഖ്യം നൽകി മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് 1/2 ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായി അവിടെ തിരിച്ചറിയുന്നുണ്ട്. അവരിപ്പോൾ ഓരോ രംഗത്തും എടുക്കുന്ന സമീപനം പരിശോധിച്ചു. 1 nation 1 election, 1 nation 1 language, 1 nation 1 registration, ഇതെല്ലാം മുന്നോട്ട് വെച്ച് വന്ന BJP അതിൽ ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ അനുവദിച്ചു തരാൻ കഴിയാത്ത രൂപത്തിലേക്കാണ് അവരുടെ നീക്കം മാറിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശയുണ്ട്. അത് ഒരു രാജ്യം ഒരു ഭാഷ, അത് ഹിന്ദിയായിട്ട്.
രാംനാഥ് കോവിന്ദ് ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. അത് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് വരണം. ഇതൊന്നും അവർ മാറ്റിയിട്ടില്ല.